സാർ നമസ്കാരം സാർ. ഇന്നലത്തെ ബിസിനസ് ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു സാർ. എന്തായാലും ഒരു അതിശയം എന്ന് പറയുന്നത് ഞാന് സൂമിലൂടെ ക്ലാസ് എടുത്തതായിരുന്നു ഈ ഒരു ഫോളോ അപ്പ് എന്നുള്ളത്. കാരണം എനിക്ക് സെയിലും ഫോളോ അപ്പും എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. സ്റ്റാർട്ടിങ്ങിലിരുന്ന് എനിക്ക് സെയില് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ കുറേ പഠിച്ച് അവരിപ്പോൾ സെയിലിലോട്ട് വരുന്നുണ്ടെങ്കിലും ഞാനപ്പോൾ ആ സെയിൽ ചെയ്യുന്ന വ്യക്തികളെ ബാബു സാറിൻ്റെ സഹായത്തോടു കൂടെ ക്രിയേറ്റ് ചെയ്ത് വന്നു എന്നുള്ളത് സത്യമാണ്. ഇന്നിപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ സെൽഫായിട്ട് സെയിൽ ചെയ്ത് 7 ലക്ഷം 8 ലക്ഷം 5 ലക്ഷം അങ്ങനെ സെയിൽ ചെയ്യുന്ന വ്യക്തികൾ എൻ്റെ കൂടെയുണ്ട്. അതേപോലെ തന്നെ ഈ ഫോളോ അപ്പ് ഇല്ലാത്തതാണ് എൻ്റെ ബിസിനസ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് എന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെയാണ് ഫോളോ ചെയ്യണമെന്നുള്ളത്, എന്താണ് എനിക്ക് അവിടെ തടസ്സം എന്നുള്ളത് അറിയുന്നില്ല. അപ്പം ഞാൻ കൂടുതലായിട്ടിപ്പോൾ സൂമിലൂടെ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഫോളോ അപ്പാണ്. കാരണം കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു അഫർമേഷനായി മാറുകയും അത് നമുക്ക് ക്ലിയർ ആവുകയും ചെയ്യുമല്ലോ എന്നുള്ളൊരു ധാരണയിൽ ഫോളോ അപ്പ് ചെയ്യുന്ന വ്യക്തികളെ ഒന്ന് രണ്ടാളെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ 2 ക്ലാസ് ഇന്നലെ അത് വ്യക്തതയോടുകൂടി പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് വന്നു. എന്തായാലും അത് ക്ലിയറാണ്. അതുപോലെ തന്നെ സാറ് ചോദിച്ചവർക്കുള്ള മറുപടി പറയുന്നതിലും ആ ഒരു വ്യക്തത. ഞാനും ഒരു ടൈലറിങ് ഷോപ്പായിരുന്നു. അപ്പോൾ ആ മാഡം ചോദിച്ചതുപോലെ വില കൂടുതലാണ്. ഇന്ന് എൻ്റെ കട അറിയപ്പെടുന്നത് തന്നെ, ഇപ്പം ഞാൻ ഷോപ്പില്ല, ഒരു വർഷമായിട്ട് ഷോപ്പ് നിർത്തിയിരിക്കുകയാണ്, അറിയപ്പെടുന്നത് തന്നെ ഏറ്റവും റേറ്റുള്ള ടൈലറിങ് ഷോപ്പ് എന്നുള്ളതാണ്. കാരണം ഞാൻ അപ്പുറത്തോ പോയിട്ട് എത്രയായിട്ട് റേറ്റ് എന്ന് ചോദിക്കാറില്ല. എൻ്റെ റേറ്റ് ഞാൻ ചെയ്യുന്ന സാധനങ്ങൾക്ക് ഞാനിടുന്ന റേറ്റാണ്. അപ്പോൾ ആ റേറ്റ് കൂടുതൽ എന്നുള്ളതിൽ എനിക്ക് ഇതുവരേക്ക് വർക്ക് കമ്മിയായിട്ടില്ല. പക്ഷെ എനിക്കതൊരു സാഹചര്യവശാൽ നിർത്തേണ്ടി വന്നു. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ബിസിനസ് എടുത്തത്. പക്ഷേ എനിക്ക് ഓരോ സാറുടെ ആ 2 3 ക്ലാസ്സായി, ഈ 3 ക്ലാസ്സും വളരെ യൂസ്ഫുള്ളായിരുന്നു സാർ. ഓക്കെ, താങ്ക് യു സാർ. എന്തായാലും അടുത്ത ഒരു ലെവലിലേക്ക് എനിക്കിനി ഏത് കോഴ്സാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് അതിനൊരു ക്ലാരിറ്റി വരുത്താനുണ്ട്. ഓക്കെ, താങ്ക് യു സാർ.